നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ശരി, നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നല്ല വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ ബുക്കിൻ്റെ പേരാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗെ. വൺസ് അഗൈൻ വെൽക്കം ടു ഡോക്ടർ എക്കണോമിക്സ് ചാനൽ. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഇതാണ് ഈ ബുക്ക്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഡെയിൽ കാർണിഗെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓഥറാണ്. ഈ ബുക്കിനെ കുറിച്ച് വാറൻ ബുഫെ, ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളായ വാറൻ ബുഫെ പറഞ്ഞിരിക്കുന്നത് കാർണിഗെ ചേഞ്ച് മൈ ലൈഫ്, കാർണിഗെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 16 മില്യൺ കോപ്പീസാണ് ഈ ബുക്ക് വിറ്റഴിഞ്ഞിട്ടുള്ളത്. ഈ ബുക്ക് നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് 8 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ 8 കാര്യങ്ങളെക്കുറിച്ച്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ വിഷൻ, നമുക്ക് പുതിയ വിഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, നമുക്ക് നല്ല ഫ്രണ്ട്സിനെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പോപ്പുലാരിറ്റി കൂടുന്നതിന് വേണ്ടി, പിന്നെ അതുപോലെ നമ്മുടെ ചിന്തിക്കുന്ന വേ ഓഫ് തിങ്കിങ് അത് മാറുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് അത് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എങ്ങനെയാണ് കംപ്ലൈൻസുകൾ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്പീക്കറായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരിൽ എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഈ ബുക്ക് നമുക്ക് നൽകുന്നത്. ഇതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിംഗ് പീപ്പിൾ. ജനങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇഫ് യു വാണ്ട് ടു ഗ്യാദർ ഹണി ഡോണ്ട് കിക്ക് ഓവർ ദ ബീ ഹൈവ് എന്നുള്ളതാണ്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം 1931 ന്യൂയോർക്ക് കണ്ട ഏറ്റവും വലിയൊരു മാൻ ഹണ്ടായിരുന്നു ക്രോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിക്കുന്നത്. ആ വ്യക്തി ന്യൂയോർക്ക് കണ്ടിട്ടുള്ള ഏറ്റവും അതിക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് കൊലപാതക കേസുകളും ഒരുപാട് റോബറിയും ഒക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പോലീസ് ഓഫീസർ പറഞ്ഞത് ഇദ്ദേഹം ഈ ന്യൂയോർക്ക് കണ്ട ഏറ്റവും വലിയ കുറ്റവാളി എന്നാണ്. പക്ഷേ ഇദ്ദേഹം, ഈ ക്രോളി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഇത് പറയുന്നത് ഒരു കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. എന്താണ് ഇവിടെ ഡെയിൽ കാർണിഗെ അർത്ഥമാക്കുന്നത്? കാരണം ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി പോലും സ്വയം കുറ്റപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മൾ പേഴ്സണലി മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അവരെ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഡോണ്ട് ക്രിറ്റിസൈസ്, ഡോണ്ട് കംപ്ലൈൻ. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ ബിഗ് സീക്രട്ട് ഓഫ് ഡീലിംഗ് വിത്ത് പീപ്പിൾ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ഒരാവശ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് സാധിച്ചെടുക്കുക? ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു അതോറിറ്റി നമുക്ക് ഉപയോഗിക്കാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇതൊന്നല്ല നമുക്ക് ആവശ്യം വരുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് മറ്റുള്ളവരെ കൊണ്ടൊരാവശ്യം നമുക്ക് വേണ്ടി ചെയ്യിപ്പിച്ച് തരുന്നതിന് വേണ്ടി ഉള്ള ഒരു സീക്രട്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ആ സീക്രട്ട് ഇതാണ്, മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അവർ നിറവേറ്റി തരും. എന്താണ് മറ്റുള്ളവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം? അവർക്ക് മണി ആവശ്യമുണ്ട്, പണത്തിനോട് ആവശ്യമുണ്ട്, നല്ല വീട്, വാഹനം, ഇതൊക്കെയായിരിക്കും അവരുടെ ആവശ്യം. പക്ഷേ ഫ്രോയിഡ് പറഞ്ഞത് അതല്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഡിസയർ ടു ബി ഗ്രേറ്റ്, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായുള്ള കാര്യം എന്നുള്ളതാണ്. ഡിസയർ ടു ബി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് അംഗീകരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഈ സീക്രട്ട് കിടക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ആവശ്യങ്ങൾ അവൻ നമുക്ക് നടത്തി തരും. അതായത് ഒരു സിൻസിയർ അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള
ഒരു അപ്രിസിയേഷൻ ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ ആവശ്യം എന്താണോ അദ്ദേഹം ചെയ്തു തരും. ഇതാണ് രണ്ടാമത്തെ സീക്രട്ട്. ഗിവ് സിൻസിയർ ആൻഡ് ഓണസ്റ്റ് അപ്രിസിയേഷൻ. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഹി ഹു ക്യാൻ ഡു ദിസ് ഹാസ് ദ ഹോൾ വേൾഡ് വിത്ത് ഹിം. ഹി ഹു കനോട്ട് വാക്സ് എ ലോൺലി വേ. നമുക്കറിയാം, നമ്മൾ ഫിഷിങ്ങിന് പോകാറുണ്ട്. ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ ചൂണ്ടയിൽ ഇട്ട് കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ല നമ്മൾ ചൂണ്ടയിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചിലപ്പം ഐസ്ക്രീം ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മുടെ ഇഷ്ടമല്ല അവിടെ ഇട്ട് കൊടുക്കുന്നത്. പകരം മീനിന് താല്പര്യമുള്ളത് അല്ലെങ്കിൽ മീനിന് ഇഷ്ടമുള്ളത് എന്താണോ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അപ്ലൈ ചെയ്തുകൂടെ? നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞുവെങ്കിൽ, മറ്റുള്ളവരുടെ ഇമോഷൻസിൽ നിന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് മറ്റുള്ളവരുടെ വ്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുക എന്നുള്ളതാണ്.